Hi all, welcome back to my YouTube channel Edu World. നമ്മൾ ഇതുവരെ കേരള സിലബസിൻ്റെ ചാപ്റ്റേഴ്സൊക്കെയാണല്ലോ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് CBSE ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് CBSEൻ്റെ 6th സ്റ്റാൻഡേർഡിലെ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്, ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസ്. ഇതിൽ പറയുന്നത് സയൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. കാരണം നമ്മൾ ഇതുവരെ 5th സ്റ്റാൻഡേർഡ് വരെ സയൻസ് പഠിച്ചത് EVS എന്ന് പറയുന്നതിലൂടെയാണ് പഠിച്ചത്. EVS എന്ന് പറഞ്ഞിട്ട് ഇത് സയൻസും സോഷ്യലും മിക്സഡ് ആയിട്ടാണ് പഠിച്ചത്. പക്ഷേ ഇനി മുതലുള്ള ക്ലാസ്സിൽ സയൻസ് സോഷ്യൽ എന്ന് പറഞ്ഞാൽ 2 സെപ്പറേറ്റ് സബ്ജക്റ്റാണ്. അപ്പം അതിന് രണ്ടിനും കൂടി സയൻസിന് വേറെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം, സോഷ്യലിന് വേറെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാമെന്നുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ 6th സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സയൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസ്. As a human beings, we have always been curious about our surroundings. ഒരു ഹ്യൂമൻ ബീങ്സ് നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് എപ്പോഴും എന്തായിരിക്കും, വളരെ ക്യൂരിയസ് ആയിരിക്കും അല്ലേ. എങ്ങനെയാണ്, എന്താണ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള വളരെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും ഒരു മനുഷ്യനായിരിക്കുമ്പോൾ. We start exploring our surroundings and asking questions right from our childhood. ഇതെന്താണ് ഈ ക്യൂരിയോസിറ്റി എന്നുള്ള ഒരു കാര്യം നമ്മുടെ വലിയ മനുഷ്യരായപ്പോൾ, വലിയ ആൾക്കാരായപ്പോൾ സംഭവിക്കുന്ന ഒന്നല്ല. കാരണം നമ്മുടെ ചൈൽഡ്ഹുഡ് മുതലേ നമ്മളെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, ക്യൂരിയോസിറ്റി എന്നുള്ളത്. Did you enjoy discovering and exploring the world around you in the preparatory stage of school? അത് നമ്മൾ ചൈൽഡ്ഹുഡിൽ സ്റ്റാർട്ട് ചെയ്ത് അത് പിന്നീട് പ്രിപ്പറേറ്ററി സ്റ്റേജ് ഓഫ് സ്കൂളിലൊക്കെ, പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രീ സ്കൂളിൽ മുതൽ തന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം നമ്മളെന്തായി മിഡിൽ സ്റ്റേജിലായി. അപ്പം മിഡിൽ സ്റ്റേജിലായപ്പോഴും എന്താ ചെയ്യുന്നത്, വി വിൽ കണ്ടിന്യൂ ദിസ് ഫാസിനേറ്റിംഗ് ജേർണി. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. Trying to explore and understanding the beautiful world we live in. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വേൾഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ക്യൂരിയോസിറ്റിനെയാണ് നമ്മൾ ഇവിടെ ഇത് ചെയ്യുന്നത്, വെൽക്കം ചെയ്യുന്നത്. സയൻസിൻ്റെ വേൾഡിലേക്ക് ആ ക്യൂരിയോസിറ്റിനെയാണ്, നമ്മുടെ മൈൻഡിലുള്ള ക്യൂരിയോസിറ്റിനെയാണ് വെൽക്കം ചെയ്യുന്നത്. വെൽക്കം ടു ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസ്. നമ്മുടെ സയൻസിൻ്റെ വണ്ടർഫുൾ വേൾഡിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അവിടെ ഫസ്റ്റ് തന്നെ എന്ത് പറയുന്നുണ്ട്, സയൻസിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷനാണത് കേട്ടോ, എല്ലാവരും പഠിക്കേണ്ടതാണ്. സയൻസ് ഈസ് എ വേ ഓഫ് തിങ്കിങ്, ഒബ്സർവിങ് ആൻഡ് ഡൂയിങ് തിങ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് we live in and to uncover the secrets of the universe. ഇവിടെ പറയുന്നത് സയൻസ് എന്ന് പറയുന്നത് ഒരു തരം ചിന്താഗതിയാണ്, ഒരു വേ ഓഫ് തിങ്കിങ് ആണ്. എങ്ങനെയുള്ള തിങ്കിങ് ആണ്? ഒബ്സേർവ് ചെയ്തും മനസ്സിലാക്കിയും അതിലൂടെ നമ്മൾ ചെയ്തും പഠിക്കുന്നത്. എന്തിനാണ് പഠിക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന വേൾഡിനെ കുറിച്ച് പഠിക്കുന്ന ഒരു തരം ചിന്താഗതിയാണ് സയൻസ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ടു അൺകവർ ദ സീക്രട്സ് ഓഫ് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിലുള്ള പല സീക്രട്ടുകളും അൺകവർ ചെയ്യപ്പെടുന്നുണ്ട്. കാരണം കവർ റിലീസ് ചെയ്ത് പുറത്തേക്ക് വരുന്നുണ്ട് പല സത്യങ്ങളും. ഓക്കെ, തിങ്ക് ഓഫ് ഇറ്റ് ഈസ് എ ബിഗ് അഡ്വെഞ്ചർ. തിങ്കിങ് ചെയ്യുന്നതാണ് നമ്മുടെ ലൈഫിലുള്ള ഏറ്റവും വലിയ അഡ്വെഞ്ചർ എന്ന് പറയുന്നത്. We ask questions, explore the world and try to understand how things work. എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ ക്യൂരിയോസിറ്റിയോട് കൂടി നമ്മുടെ മൈൻഡിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കൊണ്ടിരിക്കും. For this, the most important things is to have curiosity.
വിച്ച് ഈസ് വാട്ട് ദ ടൈറ്റിൽ ഓഫ് ദിസ് ബുക്ക്. അങ്ങനെയുള്ള ക്യൂരിയോസിറ്റിയിലൂടെ കൂടിയാണ് എന്താണ് സയൻസ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബുക്കിൻ്റെ പേരെന്നെ എന്താണ്, ക്യൂരിയോസിറ്റി എന്നാണ്. സയൻസ് ബുക്കിൻ്റെ നിങ്ങൾ ഫസ്റ്റ് പേജ് എടുത്ത് നോക്കിക്കോ, അവിടെ ക്യൂരിയോസിറ്റി എന്നാണ് കൊടുത്തത്. വെദർ ഇറ്റ് ഈസ് സ്റ്റഡിങ് ടൈനി ഗ്രൈൻസ് ഓഫ് സാൻഡ് ഓർ മാസീവ് മൗണ്ടൻസ്, a leaf of grass or vast forest, there is always look up the night sky and wondered why the stars shine. നമ്മുടെ പ്രകൃതിയിലുള്ള ഓരോ കാര്യങ്ങളും, ഒരു പുൽനാമ്പ് മുളക്കുന്നതായാലും വലിയ വലിയ പർവ്വതങ്ങളായാലും ഫോറസ്റ്റ് ആയാലും എന്തിനു പറയുന്നത്, നമ്മുടെ രാത്രിയിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങൂലേ, ഷൈനിങ് ചെയ്യൂലേ, അതിൻ്റെ പിന്നിലും എന്താണ് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ വണ്ടർഫുള്ളായിട്ട് സയൻറ്റിഫിക് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. അത് പുതിയൊരു അറിവിലേക്കാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? These are just a few of many mysteries that science help us unravel. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിൻ്റെ പിന്നിലുള്ള സയൻസുകൾ ഡിസ്കവറി ചെയ്താൽ എന്താ സംഭവിക്കുക, നമ്മുടെ വേൾഡിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് മിസ്റ്ററീസ്, നിഗൂഢമായ കാര്യങ്ങൾ റിവീൽ ചെയ്ത് നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, ഓരോ എന്താണ് ഇവിടെ പറയുന്നത്, ഫ്രം ദ ഡെപ്ത് ഓഫ് ദ ഓഷ്യൻ്റെ ഡെപ്ത് ആയാലും മൗണ്ടെയിൻ്റെ ലെങ്ത് ആയാലും നമ്മുടെ ഡെയിലി ലൈഫിൽ കിച്ചണിൽ ചെയ്യുന്ന കുക്കിംഗ് ആയാലും അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സയൻറ്റിഫിക് കാര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് നമ്മുടെ സയൻറ്റിഫിക് കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുന്നത് ഇന്ന സ്പെഷ്യൽ ഒക്കേഷനിലായിരിക്കും എന്നൊന്നും നിർബന്ധമില്ല അല്ലേ, അതൊക്കെ നാച്ചുറലി സംഭവിക്കുന്നതാണ്. നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്, ഐസക് ന്യൂട്ടൺ ആപ്പിൾ തോട്ടത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു ആപ്പിൾ വീണിട്ടാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് കണ്ടുപിടിച്ചത് എന്നല്ലേ. അത് അയാൾ വെറുതെ ആപ്പിൾ തോട്ടത്തിൽ പോയിരുന്നതാണല്ലേ, അല്ലാണ്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പോയിരുന്നതൊന്നല്ലല്ലോ. അതേപോലെ നമ്മുടെ പല കാര്യങ്ങളും കണ്ടുപിടിക്കുമ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് പ്ലേസിലായിരിക്കും. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതാ ഗാലക്സിനെ കുറിച്ചും അണ്ടർ വേൾഡിലുള്ള ഓഷ്യൻ്റെ വ്യൂവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സയൻസ് ഈസ് ലൈക്ക് എ ജൈൻറ്റ് ആൻഡ് അൺഎൻഡിങ് ജിഗ്സോ പസിൽ. സയൻസ് എന്താ, ഒരു വലിയ ജിഗ്സോ പസിൽ പോലെയാണ്. ജിഗ്സോ പസിൽ എന്ന് വെച്ചാൽ നമ്മൾ പല പീസുകൾ ജോയിൻ ചെയ്തിട്ട് ഒരു പിക്ചർ ഉണ്ടാക്കൂലേ. അപ്പോൾ ആ പിക്ചർ ഉണ്ടാക്കുന്നതോട് കൂടി നമുക്ക് എന്താ, ആ പല പീസുകൾ ചേർന്ന് ഒരു പുതിയ ഇൻഫർമേഷൻ ലഭിച്ചു. അതേപോലെ ഈ ജിഗ്സോ പസിൽ പോലെ എവറി ന്യൂ ഡിസ്കവറി വി മേക്ക് ആഡ് അനദർ പീസ് ടു ദ പസിൽ. ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെ ചേർന്നിട്ട് ഒരു പുതിയ ഇൻഫർമേഷൻ ഉണ്ടാകും. ആൻഡ് യു നോ ദ ബെസ്റ്റ് തിങ് അബൌട്ട് ദിസ് പസിൽ, ദർ ഈസ് എ നോ ലിമിറ്റ് to what we can discover, since every new piece of knowledge leads to more questions and more things to find out. ഓരോ ചെറിയ ചെറിയ പീസ് കാര്യങ്ങളിലും ഒരുപാട് നോളജ് ഉണ്ട്. അത് കൂട്ടി നമ്മൾ യോജിപ്പിക്കുമ്പോൾ എന്താ, നമുക്ക് പുതിയ കാര്യങ്ങൾ വീണ്ടും കിട്ടും. അങ്ങനെയാണ്, അത് അൺഎൻഡിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അല്ലേ. As you through this book, you will encounter interesting idea. Do some thought-provoking experiment. ഈ ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രൂവ് ചെയ്യുന്നതും ഐഡിയാസൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ സയൻസിൻ്റെ ബുക്കിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മളെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല അല്ലേ, എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന്. നമ്മളറിയാതെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ഓരോ കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ വളരെ ക്യൂരിയസ് ആയിരിക്കും അല്ലേ. നമ്മൾ ജീവിക്കുന്ന ഈ പ്ലാനറ്റ്, വി വിൽ സ്റ്റാർട്ട് ഓഫ് ബൈ ലുക്കിംഗ് അറ്റ് അവർ ഹോം പ്ലാനറ്റ് എർത്ത്. അങ്ങനെയുള്ള ഡെയിലി ലൈഫിലെ കാര്യങ്ങളും നമ്മൾ ജീവിക്കുന്ന ഈ പ്ലാനറ്റിനെ കുറിച്ചും. പ്ലാനറ്റ് എന്താണ്, ഓൺലി ലൈഫ് പ്ലാനറ്റാണ് എർത്ത്. എർത്തിൽ മാത്രമാണ് ലൈഫ് ഉള്ളത് അല്ലേ.
ബാക്കിയുള്ള പ്ലാനറ്റിലൊന്നും ഇതുവരെ കംപ്ലീറ്റഡ് ആയിട്ട് പ്രൂവ് ചെയ്തില്ല. ഉണ്ട് എന്നൊരു പറയുന്നതല്ലാണ്ട് കംപ്ലീറ്റ് ആയി പ്രൂവ് ചെയ്തില്ല. അപ്പോൾ എർത്തിൽ നമ്മുടെ എൻവയോൺമെൻ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഈ എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സയൻസിൽ ഈ ഓരോ ചാപ്റ്ററിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് പോകും. ഓക്കെ, നമ്മുടെ എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഒരു സീഡ് മുളച്ച് ഒരു പ്ലാന്റ് ആവുന്നതും, നമ്മുടെ ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ കാണാൻ നല്ല വണ്ടർഫുള്ളാണ്. അപ്പം അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? ഒരു സയൻസ് ഉണ്ട്. ഒരു കുഞ്ഞിൽ അതിൻ്റെ എഗ്ഗ് നെക്സ്റ്റ് പ്രോസസ്സിൽ ലാർവയായി. ആ ലാർവ വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ എന്തായി? കാറ്റർപില്ലറായി. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ കൂട്ടുകാരെ? ഈ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ എന്തായിരുന്നു? ഒരു കുഞ്ഞു പുഴുവാണ്. ആ കുഞ്ഞു പുഴുവായപ്പോൾ നമ്മൾ ആരെങ്കിലും അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കെയർ ചെയ്തിട്ടുണ്ടോ? നമ്മൾ നോക്കി നിന്നിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ അല്ലേ? വണ്ടർഫുള്ളായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആയതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ അതിനെ ഒബ്സർവ് ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് ലൈഫുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സയൻസിൽ പഠിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? ആനിമൽസിനെ കുറിച്ചും ലാർജ് വെറൈറ്റീസ് ഓഫ് ഫുഡിനെ കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ലാർജ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട്. കാരണം ഓരോ സ്റ്റേറ്റിനും അല്ലെങ്കിൽ ഓരോ റീജിയനിലും ഡിഫറെൻറ്റ് ക്ലൈമറ്റാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്രോപ്പാണ് ഓരോ റീജിയനിലും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡിഷസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഓരോ സ്റ്റേറ്റിലും എന്തൊക്കെ ക്രോപ്പാണ് എന്നുള്ളത് ഇതിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താണ്? നമ്മൾക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ വാട്ടർ വേണം. വി നീഡ് വാട്ടർ ടു സർവൈവ്. വാട്ടർ ഈസ് സച്ച് എ ഡിലൈറ്റ് സബ്സ്റ്റൻസ്. ഹാവ് യു എവർ ജംപ്ഡ് എ പഡിൽ വെൻ ഇറ്റ് റെയിൻഡ്? ഡു യു എവർ വണ്ടർ വൈ ആൻഡ് ഹൗ ഇറ്റ് റെയിൻസ്? ഇതിൽ പറയുന്നത് എങ്ങനെയാണ് റെയിന് വരുന്നത് എന്ന് നമുക്കറിയോ. നമ്മൾ കുടിക്കുന്നതും വാട്ടറാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് വാട്ടറിനെ കൊണ്ടുള്ള ആവശ്യങ്ങളുണ്ടല്ലേ. പക്ഷേ ഈ വെള്ളം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? മഴ പെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു വാട്ടർ സൈക്കിൾ കൊടുത്തിട്ടുണ്ടല്ലേ. ഈ വാട്ടർ സൈക്കിൾ എന്താ പറയുന്നത്? ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ് അല്ലേ. ഫസ്റ്റ് ഈ ജലം എന്താവുന്നത്? ജലം ഇങ്ങനെ നീരാവിയായിട്ട് മുകളിലേക്ക് പോകും അല്ലേ. എന്നിട്ട് അവിടെ ക്ലൗഡാവും. ആ ക്ലൗഡ് എന്തായി? മഴയായിട്ട് വീണ്ടും ജലമായിട്ട് മാറുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു സൈക്ലിക് പ്രോസസ്സാണ് അല്ലേ. ഇതിനവിടെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എങ്കിലും എങ്ങനെയാണ് റെയിൻ ഉണ്ടാകുന്നത് എന്ന് പഠിക്കുമ്പോൾ ഈ വാട്ടർ സൈക്കിളിന് കുറച്ചൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെന്താണ് പഠിക്കുന്നത്? അഗൈൻ ദർ ആർ സോ മെനി ഡിഫറെൻറ്റ് തിങ്സ് അറൗണ്ട് us. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, ഒരുപാട് മെറ്റീരിയൽസ്. അതെല്ലാം ഒരേപോലത്തെ മെറ്റീരിയൽസ് ആണോ? അല്ലല്ലോ. ചിലത് പേപ്പർ ഉണ്ട്, റബ്ബർ ഉണ്ട്, ഇനി മെറ്റൽ ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്. അങ്ങനെ പലതരം വെറൈറ്റീസ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. ആ ഓരോ മെറ്റീരിയൽസിനെ കുറിച്ചും സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ സയൻസിൽ പഠിക്കുന്നുണ്ട്. We will have an almost unending list of questions about everything on earth as we further explore this book. ഈ ബുക്കിൽ നമ്മുടെ മൈൻഡിൽ എർത്തിനെ കുറിച്ചിട്ടുള്ള അൺഎൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ്റെ ലിസ്റ്റ് തന്നെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ ഈ സയൻസിൻ്റെ ബുക്കിലോട് കൂടി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. We can ask a question on things beyond the sun, moon and the millions of stars that shine in the sky. സോളാർ സിസ്റ്റത്തിനെ കുറിച്ചും സ്റ്റാർസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്.
കാരണം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമല്ലോ ഈ സയൻസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനും അപ്പുറമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സയൻസിൻ്റെ ഒരു ലേണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് കാണിച്ചിട്ടുണ്ട്. ഒരു കുട്ടി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവളെ പെന്ന് എഴുതാൻ കഴിയുന്നില്ല, അതിനെക്കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെ ഡെയിലി ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ആണ് ഇത്. ആ കുട്ടി ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് എഴുതാൻ പറ്റാത്ത, ഇതിൻ്റെ ഇങ്ക് കഴിഞ്ഞോ, അങ്ങനെ അവൾ ഗസ് ചെയ്തുകൊണ്ട് സംഭവിക്കുന്നത് ആ പെന്ന് ഓപ്പൺ ആക്കുന്നു. പെന്ന് ഓപ്പൺ ആക്കുമ്പോൾ എന്താ, ഇങ്ക് അതിൽ ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. ചിലപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും, ഇങ്ക് ഡ്രൈ ആവാനും ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ പെന്ന് എഴുതാൻ കഴിയില്ല അല്ലേ. അപ്പോൾ അവൾ അത് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കി, ഇത് ഓപ്പൺ ആക്കിയിട്ട് അത് ചെയ്ത് നോക്കി. അപ്പോൾ അവൾക്ക് ഫൈനലി ഒരു ആൻസർ കിട്ടും. ചിലപ്പം ഇങ്ക് കഴിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ അത് ഡ്രൈ ആയിരിക്കാമെന്ന് മനസ്സിലാകും അല്ലേ. ഇങ്ങനെ ഏതൊരു കാര്യം സയൻറ്റിഫിക്കലി നമ്മൾ കണ്ടെത്തുമ്പോൾ ആ മെത്തേഡിന് പറയുന്ന പേരാണ് സയൻറ്റിഫിക് മെത്തേഡ്. ഓക്കെ, ആ മെത്തേഡിന് പറയുന്ന പേരാണ് സയൻറ്റിഫിക് മെത്തേഡ്. ഓക്കെ, ഈ സയൻറ്റിഫിക് മെത്തേഡിന് എന്തുണ്ട്, കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അല്ലേ. വാട്ട് അബൌട്ട് എ സിമിലർ പ്രോബ്ലം ദാറ്റ് യു ട്രൈ ടു സോൾവ്. ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ് എടുക്കുമ്പോൾ അതിന് ചില സ്റ്റെപ്സ് ഉണ്ട്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വി ഒബ്സർവ് സംതിങ് that we find interesting or we do not understand. നമ്മളൊരു കാര്യം നമ്മൾക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ എന്താണ് നമുക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്യും. അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്, ഒബ്സർവ് സംതിങ്. ദിസ് മേക്ക് ആസ് വണ്ടർ ആൻഡ് പെർഹാപ്സ് തിങ്ക് ഓഫ് എ ക്വസ്റ്റ്യൻസ് അബൌട്ട് ഇറ്റ്. പിന്നീട് എന്താവും, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും. പിന്നീട് നമ്മൾ തന്നെ എന്ത് ചെയ്യും, then we guess a possible answer to that question. ആ ക്വസ്റ്റ്യന് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ആൻസർ നമ്മൾ ഗസ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, ഫോർത്ത് സ്റ്റെപ്പ്, വി ടെസ്റ്റ് ദിസ് ഗസ് ത്രൂ എക്സ്പീരിയൻസ് ഓർ മോർ ഒബ്സർവേഷൻസ്. അത് നമ്മൾ ആ എക്സ്പീരിയൻസിലൂടെ കൂടി നമുക്ക് കിട്ടിയ ആൻസർ റോങ് ആണോ അല്ല ശരിയാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. When try to analyze the result to see if it actually answers our question. പിന്നീട് നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അനലൈസ് ചെയ്യുക അല്ലേ. ഇതാണ് ഈ 5 സ്റ്റെപ്പാണ് സയൻറ്റിഫിക് മെത്തേഡിനുള്ളത്. അപ്പോൾ ഈ 5 സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്കൊരു എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ ഉള്ള സയൻറ്റിഫിക് മെത്തേഡ് ചോദിക്കാവുന്നതാണ്. ഇവിടെ 2 എക്സ്പെരിമെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേതിൽ ഒരു പ്രഷർ കുക്കറിൽ വെച്ചിട്ടുള്ള ഡാല്, അത് പുറത്തേക്ക് ഇങ്ങനെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പുറത്തേക്ക് എക്സസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, അത് സ്പിൽ ഔട്ട് ആവുന്നല്ലേ, അതെന്തുകൊണ്ടാണ്, അതിൽ ചിലപ്പോൾ വാട്ടർ എക്സസ് ആയിരിക്കാം, അങ്ങനെയുള്ള റീസൺ ആണെന്ന് അത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സെക്കൻഡായിട്ടുള്ളത് ബൈസൈക്കിളിൻ്റെ ടയർ റിപ്പയർ ചെയ്യുന്നത് അല്ലേ. അതിൽ ഹോളുള്ളപ്പം എവിടെയാണ് ഹോൾ എന്ന് നമ്മൾ കണ്ടെത്തുന്നത്. ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രൈബ് എ ഡെയിലി ലൈഫ് സിറ്റുവേഷൻ വേർ യു തിങ്ക് സംവൺ വാസ് ഫോളോയിങ് എ സയൻറ്റിഫിക് മെത്തേഡ്. നമ്മളെ ഡെയിലി ലൈഫിലുള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് സയൻറ്റിഫിക് മെത്തേഡ് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ ടീച്ചർ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടിൽ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ടി വി വർക്ക് ആകുന്നില്ല, അത് ഓഫായിപ്പോയി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, ആ ടി വി ഓഫായി എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് ഒബ്സർവ് ചെയ്തു. സെക്കൻഡ് എന്താ, നമ്മുടെ മൈൻഡിൽ നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ടി വി ഓഫായത്.
അപ്പോൾ അതിനുള്ള ആൻസറും നമ്മൾ തന്നെ ഗസ് ചെയ്യും. ഒന്നിക്കൽ പവർ സപ്ലൈ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷൻ പ്രോബ്ലം ഉണ്ടാകുമെന്ന് നമ്മൾ തന്നെ ഗസ് ചെയ്തു അല്ലേ. നാലാമത്തെ സ്റ്റെപ്പിൽ എന്താണ്, ആ ഗസ് ചെയ്ത ആൻസർ നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യണം. അതിനെന്ത് വേണം, പവർ സപ്ലൈ ഒക്കെ നോക്കി ഓക്കെ ആണോ നോക്കി, എന്തെങ്കിലും ലൂസ് വയറുണ്ടോ, എന്തെങ്കിലും കണക്ഷൻ പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് എക്സ്പെരിമെൻ്റ് ചെയ്തു അല്ലേ. അത് നാലാമത്തെ സ്റ്റെപ്പ്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താ, ഫിഫ്ത്ത് സ്റ്റെപ്പ്, അതിൻ്റെ ആൻസർ അനലൈസ് ചെയ്യൽ. പവർ സപ്ലൈ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കും. ചിലപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ പ്രശ്നമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രീഷ്യൻ അല്ല ഒരു ടെക്നീഷ്യനെ വിളിക്കും അല്ലേ, അത് ശരിയാക്കാൻ വേണ്ടി. അതിനുള്ള കറക്റ്റ് ആൻസറിലേക്ക് എത്തും. അപ്പോൾ ഇതെന്താ, ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആ കാര്യത്തിന് നമ്മൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടു. പക്ഷെ എന്താ, അതിൽ കാണുമ്പം സയൻറ്റിഫിക് ആയിട്ട് ഇത്ര സ്റ്റെപ്പുകളൊക്കെ അതിൽ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. Let us think and write. If you asked you why about something, what could you ask about? നമ്മുടെ മൈൻഡിൽ എപ്പോഴും എന്തായിരിക്കണം, വൈ എന്നുള്ളൊരു കാര്യം എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ പുതിയ പുതിയ അറിവുകൾ നേടുകയുള്ളൂ. എപ്പോഴും ഒരു കാര്യത്തിനെക്കുറിച്ച് വൈ എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് പുതിയ ആൻസറിലേക്ക് എത്താം. പിന്നെന്താണ് ഇവിടെ നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരാൾ ഒറ്റക്കൊന്നായിരിക്കുമല്ലോ അല്ലേ എപ്പോഴും പ്രൂവ് ചെയ്യുന്നത്. ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഒന്നിച്ച് ചേർന്നിട്ടായിരിക്കും പ്രൂവ് ചെയ്യുന്നത്. വേൾഡിൻ്റെ പല ഭാഗത്തുള്ള സയൻറ്റിസ്റ്റുമാരുണ്ടാകും. സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക്കലി എക്സ്പെരിമെൻ്റ് ചെയ്ത് പ്രൂവ് ചെയ്യുന്ന ആൾക്കാരെയാണ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. അവർ ഗ്രൂപ്പായി അല്ലെങ്കിൽ ടീമായിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും പ്രൂവ് ചെയ്യുന്നത്. പല ഭാഗത്തുനിന്ന് പല സിറ്റുവേഷനിൽ എടുക്കുന്ന തീരുമാനങ്ങളും ഒപ്പീനിയനും ആയിരിക്കും. പക്ഷെ എന്താണ്, അതൊക്കെ യോജിച്ചു കൊണ്ടാണ് നമുക്കൊരു പുതിയ അറിവുണ്ടാകുന്നത്. നമ്മുടെ ഫ്രണ്ട്സെല്ലാം കൂടി നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലെ. ഓക്കെ, ഇവിടെ ഒരു കുട്ടികൾ മഴക്കത്ത് തുള്ളിക്കളിക്കുന്നൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. മച്ച് ലൈക്ക് ചിൽഡ്രൻ എൻജോയിങ് ദ റെയിൻ, സയൻസ് ഈസ് ഓൾ അബൌട്ട് ജോയ്ഫുൾ എക്സ്പ്ലോറേഷൻ. സയൻസ് എന്താണ്, എപ്പോഴും ഒരു ഹാപ്പി ആയിട്ടുള്ള എക്സ്പ്ലോറേഷനാണ്. അതിൽ നമ്മൾ എൻജോയ് ചെയ്യണം. എൻജോയ് യുവർ സയൻറ്റിഫിക് ജേണി, കീപ് എക്സ്പ്ലോറിങ് ആൻഡ് നെവർ സ്റ്റോപ്പ് വണ്ടറിങ് അബൌട്ട് ദ അമേസിങ് മിസ്റ്റീരിയസ് ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് ആസ്കിങ് ക്വസ്റ്റ്യൻ. നമ്മളിങ്ങനെ സയൻസിൻ്റെ ജേണി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നല്ല ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടാകും. ചിലപ്പം എന്തെങ്കിലും കാര്യങ്ങളുടെ മിസ്റ്റീരിയസ് നിഗൂഢത കണ്ടിട്ട് നമ്മൾ വണ്ടറടിച്ച് നിൽക്കുമല്ലേ. അപ്പോൾ അവിടെയൊന്നും ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ബാക്കിൽ തന്നെ നമ്മൾ എന്താണെന്ന് കണ്ടെത്താനും വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ഒരു ജേണിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ വെൽക്കം ചെയ്യുന്നു അല്ലേ. സയൻസ് എന്ന് പറയുന്ന പുതിയൊരു വേൾഡിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് വരികയാണ്, അവിടത്തേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്ന ഒരു ചാപ്റ്ററാണിത്. ആഫ്റ്റർ ഓൾ ടു ബി എ വൈസ് പേഴ്സൺ യു മസ്റ്റ് ബി എ വൈസ് പേഴ്സൺ. ഇവിടെ ഒരു കൊട്ടേഷൻ ഉണ്ട്. ഇതെന്താ പറയുന്നത് അല്ല, ഇവിടെ പറയുന്നത് ആഫ്റ്റർ ഓൾ ടു ബി എ വൈസ് പേഴ്സൺ യു മസ്റ്റ് ബി എ വൈസ് പേഴ്സൺ. ബുദ്ധിമാനായ മനുഷ്യൻ എപ്പോഴും എന്തായിരിക്കും, നമ്മളെ മൈൻഡിൽ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കൊണ്ടിരിക്കും. എങ്കിൽ മാത്രം എന്താണ്, പുതിയ പുതിയ അറിവുകൾ കണ്ടെത്താൻ പറ്റുള്ളൂ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.